എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണത് അല്ലേ. നമ്മുടെ എല്ലാവിധത്തിലുള്ള കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട്, എല്ലാവിധത്തിലുള്ള സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യണത്. ഓരോ പ്രാർത്ഥനകളും നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിന് വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങൾ, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവും. ഇതിപ്പോൾ ഇന്ന് ചെയ്തു നാളെ ഗുണം ഉണ്ടാവും എന്നല്ല പറയണത്. നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളിൽ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള വസ്തുക്കളാണല്ലേ. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. കല്ലുപ്പ്, മഞ്ഞൾ, ഗ്രാമ്പൂ, ഏലക്ക തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞളിനെ കുറിച്ചാണ്. മഞ്ഞളിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യം തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. അത്രയും നമുക്ക് വളരെയധികം നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു വസ്തുവും കൂടിയാണ്, ഒരു ചെടിയും കൂടിയാണ് മഞ്ഞൾ. മിക്ക വീടുകളിലും മഞ്ഞളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. ഈ മഞ്ഞൾ നമ്മൾ അതിൻ്റെ മഞ്ഞളിൻ്റെ ചെടി നമ്മൾ മിക്ക വീടുകളിലും ഉണ്ടാവും. ഇനിയിപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ മിക്ക ഫ്ലാറ്റിലും ഇപ്പോൾ എല്ലാവരും ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ടല്ലോ. എന്തായാലും ഒരു തുളസി ചെടി എല്ലായിടത്തും ഉണ്ടാവും. ഈ തുളസി തറയിലും തുളസിയോട് കൂടി മഞ്ഞൾ വെക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിൽ പോലും ഒന്നുകൂടി പറയാമെന്ന് കരുതി. അപ്പോൾ ഈ തുളസി ചെടിയുടെ കൂടെ മഞ്ഞളും കൂടി ഒന്ന് നട്ടുപിടിപ്പിക്കുക. തുളസി ചെടി എന്തായാലും നമ്മുടെ തുളസി എപ്പോഴും നമ്മൾ കിഴക്ക് ഭാഗത്താവുമല്ലോ വെക്കുക. അപ്പോൾ ഈ കിഴക്ക് ഭാഗത്ത് മഞ്ഞളും കൂടി വെക്കുന്നത് വളരെ വിശേഷമാണ്. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മൾ രാവിലെ നമുക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ സൂര്യഭഗവാനെ, ആദിത്യദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. തുളസിക്ക് ജലം സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ എല്ലാവിധത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടിക്കോളും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ വടക്ക് ഭാഗവും അത്യുത്തമമാണ് മഞ്ഞൾ വെക്കാനായിട്ട്. മിക്ക വീടുകളിലും പഴയ കാലത്തുള്ള വീടുകളിലൊക്കെ വടക്ക് ഭാഗത്തൊക്കെ മഞ്ഞൾ എല്ലാ കൊല്ലവും മഞ്ഞൾ നടുകയും മഞ്ഞൾ പറിക്കുകയും വീണ്ടും പുതിയത് നടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് സ്ഥലങ്ങളൊക്കെ കുറവായത് കാരണം ചിലപ്പോൾ അത്രയൊന്നും സ്ഥലം ഉണ്ടായിന്ന് വരില്ല. എങ്കിലും നമുക്കിപ്പോൾ ചട്ടിയിലോ കവറിലോ ഒക്കെ ആയിട്ട് മഞ്ഞൾ വെച്ച് പിടിപ്പിക്കാം. മാത്രമല്ല ഈ മഞ്ഞൾ നമുക്ക് ഉപയോഗിക്കാനും എടുക്കാമല്ലോ. നല്ല വിഷമൊന്നും ചേർക്കാത്ത നല്ല മഞ്ഞൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാനെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വീട്ടിന് ചുറ്റും എല്ലായിടത്തും ഉണ്ടാവും. നമുക്കത് പതിയെ പതിയെ നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം ഇന്ന് ചെയ്താൽ നാളെ തന്നെ അതിൻ്റെ ഗുണം കിട്ടണമെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്ത ഓരോ കാര്യത്തിനും വഴിയെയാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ. ഒരു മരം വെച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ അത് വളർന്ന് വലുതായി മരമായി അതിൽ ഫലങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഭക്തിയോട് കൂടിയിട്ട് നാമം ജപിക്കുക, നാമജപാദികൾ മുടക്കാതിരിക്കുക, ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നാമം ജപിക്കുക. അതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ വലിയ മുടക്കുമുതലൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി ആശ്വാസമായി അല്ലേ. നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ. മിക്കവാറും പേർക്ക് ഇങ്ങനെയൊക്കെ സമാധാനം കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.